ഇന്ന് നമ്മൾ തൃശ്ശൂരുള്ള അക്രാസ് അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫിഷ് ഫുഡ് വലിയ 2 സൈസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പർച്ചേസ് ചെയ്യണമായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എയറേറ്ററിൽ അല്ലെങ്കിൽ എയർ പമ്പിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു എയർ ട്യൂബ് നമുക്ക് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഈ കാണുന്ന കട്ടിയുള്ള ട്യൂബാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇത് 1 മീറ്ററിന് 10 രൂപയാണ് വില വരുന്നത്. നമ്മളൊരു 10 മീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ഞാൻ വാങ്ങുമ്പോൾ കുറച്ചധികം വാങ്ങാറുണ്ട്. എന്നിട്ട് നമ്മുടെ ആവശ്യാനുസരണം അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് യൂസ് ചെയ്യാണ് പതിവ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിയത് ഏകദേശം 10 മീറ്റർ തന്നെയാണ്. പക്ഷേ ഇതല്ല ഞാൻ വാങ്ങിയത്. ഞാൻ കുറച്ച് കട്ടി കുറഞ്ഞ ഒരു ടൈപ്പാണ് വാങ്ങിയത്. അത് മീറ്ററിന് 5 രൂപയാണ് വില വരുന്നത്. അതാണ് ആ താഴെ കിടക്കുന്നത്, കണ്ടില്ലേ ഈ കാണുന്നത്. ഇത് കുറച്ച് കട്ടി കുറവാണ്. ഇത് പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഫ്ലഫി ടൈപ്പാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യുന്നൊരു ടൈപ്പാണ്. നേരത്തെ കാണിച്ചത് നല്ല കട്ടിയുള്ള ട്യൂബാണ്. ഇത് വളരെ സോഫ്റ്റാണ്, കണ്ടില്ലേ. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരുന്നത് ഈ കട്ടി കൂടിയ ഇപ്പോൾ കാണിച്ച പുതിയത് നമ്മൾ വാങ്ങിയ ടൈപ്പ് തന്നെയായിരുന്നു. ഒരിടയ്ക്കാണ്, അതായത് തൊട്ട് മുമ്പ് ആണ് നമ്മൾ ഈ ഒരു കട്ടി കുറഞ്ഞത് വാങ്ങിയത്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കട്ടി കൂടിയത് തന്നെ വാങ്ങുന്നതാണ് നല്ലത്. നമ്മൾ ഈ കട്ടി കുറഞ്ഞ വില കുറഞ്ഞ ടൈപ്പ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. സാധാരണ ജോയിൻറ്റിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ് ടൈപ്പ് പകുതി വരെ കയറും, പിന്നെ അങ്ങോട്ടേക്ക് കയറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് സോഫ്റ്റ് ആയതുകൊണ്ട്, ഇതേപോലെ കണ്ടില്ലേ സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് തിരിച്ച് വേണം നമ്മൾ ജോയിൻറ്റിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഈ എയർ പമ്പിൻ്റെ നമ്മൾ ജോയിൻസ് ഉണ്ടല്ലോ, പ്ലസ് ടൈപ്പ് എൽ ടൈപ്പൊക്കെ, അതിനകത്തേക്ക് കയറ്റുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുള്ളായിട്ട് അങ്ങ് കയറ്റാനായിട്ട്. ഇതിനേക്കാൾ ഇരട്ടി ബുദ്ധിമുട്ടാണ് നമ്മുടെ എയർ പമ്പിൻ്റെ ആ ഒരു നോസിലേക്ക് കയറ്റാനായിട്ട്. കാരണം എയർ പമ്പിൻ്റെ ആ ഒരു ഔട്ട്ലെറ്റിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുഷ് ചെയ്ത് കയറ്റാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ തിരിച്ച് കയറ്റാൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഫ്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ പമ്പിലേക്ക് കണക്ട് ചെയ്യാനും അതുപോലെ ജോയിൻസിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറച്ചൊക്കെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നഖമൊക്കെ ഉപയോഗിച്ച് നമുക്ക് പുഷ് ചെയ്ത് കയറ്റേണ്ടി വരും. അതേസമയം ഈ കട്ടി കൂടിയതാണ് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പുഷ് ചെയ്താൽ മതി. അതായത് തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പുഷ് ചെയ്ത് കയറ്റിയാൽ മതി. അത് എയർ സ്റ്റോണിലേക്കാണെങ്കിലും എയർ പമ്പിലേക്കാണെങ്കിലും ഇതേപോലെ ജോയിൻസിലേക്കൊക്കെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് പുഷ് ചെയ്താൽ മതി. നല്ല പ്രഷറിൽ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കയറിപ്പോക്കോളും, നല്ല കട്ടിയുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 2 ടൈപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കട്ടി കൂടിയത് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കട്ടി കുറഞ്ഞത് വാങ്ങി വെറുതെ കാശ് കളയേണ്ട ആവശ്യവുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇരട്ടി ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ വേറൊരു പ്രശ്നം പറയാം. ഈ കട്ടി കുറഞ്ഞത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ടബുകളിലേക്കോ ബക്കറ്റുകളിലേക്കോ അല്ലെങ്കിൽ ക്രേറ്റുകളിലൊക്കെ മീനെ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എയർ സ്റ്റോൺ ഇട്ട് കൊടുക്കും എയറേഷന് വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മൾ മീൻ ചാടി പോകാതിരിക്കാൻ വേണ്ടി നെറ്റൊക്കെ ഇട്ട് നമ്മൾ സൈഡിൽ ഓടൊക്കെ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റൊക്കെ വെച്ച് കവർ ചെയ്യുന്ന സമയത്ത് ഈ നെറ്റ് വലിയുന്ന സമയത്ത് ഈ സോഫ്റ്റ് ആയിട്ടുള്ളത് പ്രസ്സാവും. അതായത് അങ്ങനെ പ്രസ്സായിട്ട് എയർ ബ്ലോക്ക് ആവും. അതേസമയം കട്ടിയുള്ളതാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നെറ്റ് വെച്ച് ഇതുപോലെ ടൈറ്റായിട്ട് കവർ ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ പ്രഷർ കൊടുത്ത് നമ്മൾ നെറ്റ് അടച്ചാലും ഈ കട്ടിയുള്ള ഹോസ് അതൊരിക്കലും പ്രസ് ചെയ്ത് എയർ ബ്ലോക്ക് ആവില്ല. അത് പ്രസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിയുള്ളതായതുകൊണ്ട് വല്ലാതെ അങ്ങ് പ്രസ്സാവില്ല. കട്ടി കുറഞ്ഞതാണെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ പ്രഷർ വരുമ്പോഴേക്കും ആ ഒരു എയർ ട്യൂബ് ക്ലോസ് ആവും, അതായത് പ്രസ്സായിട്ട് ക്ലോസ് ആവും, അപ്പോൾ എയർ ബ്ലോക്ക് ആവും. അങ്ങനെയും ചില പ്രശ്നങ്ങളുണ്ട് ഈ സോഫ്റ്റ് ആയിട്ടുള്ളത് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരിക്കലും ഞാൻ ഈ ഒരു കട്ടി കുറഞ്ഞ ടൈപ്പ് എയർ ട്യൂബ് വാങ്ങിക്കില്ല. കട്ടിയുള്ളത് തന്നെയാണ് നമ്മൾ ഇനി ഭാവിയിൽ വാങ്ങിക്കാനായിട്ട് പോണത്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ പുതിയതായിട്ട് ഈ ഒരു കട്ടിയുള്ള ഹോസ് വാങ്ങാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കമ്പാരിസൺ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഈ എയർ പമ്പിൻ്റെ ഈ ഒരു ഔട്ട്ലെറ്റിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. സോഫ്റ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്തേക്ക് നിൽക്കുന്നത്. നമുക്കത് തിരിച്ച് കയറ്റാനൊന്നും പറ്റില്ല, പുഷ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ കട്ടി കുറവാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പുഷ് ചെയ്ത് കയറ്റുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുഷ് ചെയ്ത് കയറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കട്ടിയുള്ളത് തന്നെ വേണം. കട്ടിയുള്ളത് നമുക്ക് കട്ടിയുള്ളത് കൊണ്ട് പുഷ് ചെയ്യാനും നമുക്ക് പറ്റും. അതേസമയം അത് തിരിച്ച് നമുക്ക് റോൾ ചെയ്ത് കയറ്റാനും പറ്റും. സോഫ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് റോൾ ചെയ്ത് അതായത് തിരിച്ച് കയറ്റാനും ബുദ്ധിമുട്ടാണ് എയർ പമ്പിലേക്ക്. അതുകൊണ്ട് ഇത്തരത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള ട്യൂബുകൾ വാങ്ങിയിട്ട് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. അക്വേറിയം ഷോപ്പുകളിൽ തീർച്ചയായിട്ടും പല വെറൈറ്റികൾ ഉണ്ടായിരിക്കും. കാരണം ഇതിന് പല പ്രൈസ് റേഞ്ചാണ്. ഞാൻ പറഞ്ഞു സോഫ്റ്റ് ആയിട്ടുള്ളതിനാണെങ്കിൽ മീറ്ററിന് 5 രൂപയാണ്, കട്ടിയുള്ളതാണെങ്കിൽ മീറ്ററിന് 10 രൂപയാണ് വരുന്നത്. അപ്പോൾ പ്രൈസൊക്കെ പ്രിഫർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് മറ്റേതായിരിക്കും സൂട്ടബിൾ ആയിട്ട് വരുന്നത്, പ്രൈസ് കുറഞ്ഞതായിരിക്കും സൂട്ടബിൾ ആയിട്ട് വരുന്നത് ചില ആൾക്കാരുടെ പ്രിഫറൻസ് അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് അക്വേറിയം ഷോപ്പിൽ പല വെറൈറ്റികൾ വെക്കുന്നത്. പക്ഷേ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈ ഒരു എയർ ട്യൂബും അതുപോലെ തന്നെ ഫിഷ് ഫുഡും വാങ്ങിയിട്ട് നമ്മൾ പോകുന്നു. നമ്മൾ മീനുകളൊന്നും ഇപ്രാവശ്യം വാങ്ങിച്ചില്ല. ഞാൻ വാങ്ങിയത് നമ്മുടെ തൃശ്ശൂരുള്ള അക്രാസ് അക്വേറിയം ഷോപ്പിൽ നിന്നാണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള മീനുകളിൽ ഒട്ടുമുക്ക മീനുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള അക്വേറിയം ആക്സസറീസും ഫിഷ് ഫുഡും കാര്യങ്ങളെല്ലാം ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഈ ഒരു അക്രാസ് അക്വേറിയം ഷോപ്പിൽ നിന്നാണ്. മറ്റ് പല അക്വേറിയം ഷോപ്പുകൾ ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട് എങ്കിലും കൂടുതലായിട്ട് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.